യാക്കോബ് 4:17 നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവൻ അത് പാപം തന്നെ. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. ധനവാനായ ഒരു മനുഷ്യന്റെ പടിവാതിൽക്കൽ വിശപ്പ് രോഗവും സഹിച്ചു കിടന്ന ലാസർ ആഹാരമോ ശുശ്രൂഷ ചെയ്യുവാനോ ധനവാൻ തയ്യാറായില്ല. മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ലാസർ ആഗ്രഹിച്ചു. അവൻ തികച്ചും അവഗണിക്കപ്പെട്ടു. സ്വന്തം സുഖത്തിലും ആഡംബരത്തിലും കിടന്ന ധനവാൻ പാവപ്പെട്ടവന്റെ സങ്കടം കണ്ടില്ല എന്ന് നടിച്ചു. സമ്പത്തുണ്ടായിട്ടും സഹജീവികൾക്ക് നന്മ ചെയ്യാതിരുന്നതിലൂടെ ധനവാൻ വലിയ പാപമാണ് ചെയ്തത്. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണമെന്ന് തിരുവചനത്തിൽ പറയുന്നു. മറ്റുള്ളവർക്ക് നന്മയ്ക്കായി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിട്ടും സ്വാർത്ഥത മൂലം അത് ചെയ്യാതിരിക്കുമ്പോൾ അത് പാപമായി തീരും. ഈ ലോകത്തിലുള്ള സകലത്തെയും വാഴുവാൻ അധികാരം തന്നവൻ, ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ളവ. സകല ജഡത്തിന്റെയും ദൈവം, സകലർക്കും ആഹാരം നൽകുന്നവൻ, അവൻ അസാധ്യമായതൊന്നുമില്ല. എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുന്നു. എന്നാൽ എളിയവനെ പീഡിപ്പിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. ദരിദ്രനോട് കൃപ കാണിക്കുന്നവനോ അവനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മടിക്കരുത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മെ ദയയും കരുണയും കൊണ്ട് അണിയിച്ചിരിക്കാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഏവരെയും ദൈവം ഇടയാക്കട്ടെ. ആമേൻ.